ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കാൻ പോകുന്ന ഏതൊരാളും ആദ്യമേ തിങ്ക് ചെയ്യുക ഇത് എങ്ങനെ ചാർജ് ചെയ്യുന്നതാണ്. കാരണം വേറൊന്നല്ല, നമ്മുടെ ഇപ്പോൾ ചാർജിങ് പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പാർക്കിങ്ങിലോട്ട് ഉണ്ടാകാറില്ല. അപ്പോൾ ഏതൊരാളും ആദ്യമേ ഒന്ന് കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ മിക്കവാറും സംഭവിക്കാറുള്ളത് നമ്മൾ ഇലക്ട്രിക് വണ്ടി എന്നുള്ള പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ പെട്രോൾ വണ്ടിയിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യും. അതാണ് സാധാരണ സാധിക്കാറുള്ളത്. അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിൽ ആ പോയിന്റ് അവൈലബിലിറ്റി ഉണ്ടോ, അപ്പോൾ നമ്മുടെ ഫ്ലാറ്റ് അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ്സ് താമസിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ചാർജിങ് പോയിന്റിന്റെ ഷോർട്ടേജസ് ഉണ്ടാവും. നമ്മുടെ ഇപ്പോൾ ചാർജിങ് പോയിന്റ് നമ്മുടെ വെഹിക്കിൾ പാർക്കിങ്ങിൽ ഉണ്ടാകാറില്ല. അപ്പോൾ അത് കാരണം മിക്ക ആൾക്കാരും പെട്രോൾ വണ്ടിയിലേക്കാണ് സ്വിച്ച് ചെയ്ത് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാ വണ്ടിക്കകത്ത് ഓൾമോസ്റ്റ് എല്ലാ വണ്ടിക്കകത്ത് നമുക്ക് ഫിക്സഡ് ബാറ്ററി വരുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് അറിയപ്പെടുന്നത് ഫിക്സഡ് ബാറ്ററി സിസ്റ്റം തന്നെയാണ്. പിന്നെ അതിൻ്റെ ചേഞ്ച് വന്നിട്ടുള്ള ഹീറോയുടെ വിട വന്നപ്പോഴായിരുന്നു. കാരണം റിമൂവൽ ബാറ്ററി സെറ്റപ്പ് ഒക്കെ വന്നു. പക്ഷേ ആക്ച്വലി നമുക്കറിയാം പ്രീമിയം സെഗ്മെന്റിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഒരു റിമൂവൽ ബാറ്ററി ഉള്ള വണ്ടി ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ അതിനൊക്കെ സൊല്യൂഷനായിട്ടാണ് ഇപ്പോൾ ഓല വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നത് അതിനെക്കുറിച്ചാണ്. അപ്പോൾ ഓലയുടെ ഭാഗത്ത് നിന്ന് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ പോകുന്ന മുന്നേയായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ അതിൻ്റെ ആൻസർ ചെയ്യുന്നതാണ്. അതിനൊപ്പം നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. നമ്മളിപ്പോൾ ഓലയുടെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓലയ്ക്ക് ഇപ്പോൾ എല്ലാ സെഗ്മെന്റിലും ആക്ച്വലി വണ്ടികളുണ്ട്. നമുക്ക് ബേസ് വണ്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടോപ്പ് എൻഡ് വണ്ടി ആയിക്കോട്ടെ, എല്ലാ സെഗ്മെന്റിലും അവർക്ക് വണ്ടിയുണ്ട്. പക്ഷേ അതിലൊരു കുഴപ്പമുള്ളത് നമുക്കിപ്പോൾ എല്ലാ വണ്ടിക്കകത്ത് ഫിക്സഡ് ബാറ്ററി സിസ്റ്റം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫ്ലാറ്റിലേക്ക് താമസിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടായി വണ്ടി ചാർജ് ചെയ്യാൻ. കാരണം വേറെ ഒന്നല്ല, അവരുടെ ചാർജിങ് പോയിന്റിൽ നമുക്ക് അപ്പാർട്ട്മെന്റ്സ് താഴെയുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ചാർജിങ് പോയിന്റ് ഉണ്ടാകാറില്ല. അപ്പോൾ അത് കാരണം മിക്ക ആൾക്കാർ വീണ്ടും പെട്രോൾ വണ്ടിയിലേക്കാണ് സ്വിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് മനസ്സിലാക്കിയിട്ട് ഓല വന്നിട്ട് പുതിയൊരു അപ്ഡേറ്റ് ഇറക്കിയിരിക്കുകയാണ്. കാരണം വേറെ ഒന്നല്ല, അവരൊരു പുതിയ പേറ്റന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ നമുക്ക് ഓലയുടെ വണ്ടിക്കകത്ത് ഒരു റിമൂവൽ ബാറ്ററി സെറ്റപ്പിലുള്ള വണ്ടി വരാൻ പോവാണ്. ആക്ച്വലി പേറ്റന്റ് മാത്രം റിലീസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വരാൻ പോകുന്ന പുതിയ വണ്ടികൾ മാത്രമേ അവൈലബിലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാൻ നമുക്കറിയാം, ഓല വന്നിട്ട് ബൈക്ക് ഇറങ്ങാൻ പോകുന്നുണ്ട്, അതുപോലെ ഓട്ടോറിക്ഷ ഇറക്കാൻ പോകുന്നുണ്ട്, അതുപോലെ പുതിയ സ്കൂട്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ വന്നിട്ട് ഒരു റിമൂവൽ ബാറ്ററി വരാനുള്ള ചാൻസസ് ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം പറയുകയാണെങ്കിൽ പുതിയൊരു പേറ്റന്റ് അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ നമുക്ക് ഓലയ്ക്കകത്തും ഒരു റിമൂവൽ ബാറ്ററി സെറ്റപ്പുള്ള വണ്ടി കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിൽ ഹീറോന്റെ വിടയ്ക്ക് മാത്രമാണ് റിമൂവൽ ബാറ്ററി വരുന്നുള്ളൂ. കാരണം വേറെ ഒരു വണ്ടിയും പ്രീമിയം സെഗ്മെന്റിൽ നമുക്ക് റിമൂവൽ ബാറ്ററി വെച്ച് വരുന്നില്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഓല മനസ്സിലാക്കിയിട്ട് ആ ഒരു കസ്റ്റമേഴ്സിനെയും കൂടി ഓല ടാർഗറ്റ് ചെയ്യുകയാണ്. കാരണം അപ്പം കുറേ ആൾക്കാർ ഫ്ലാറ്റിലുള്ളവർക്കൊക്കെ വണ്ടി വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണ് ഇലക്ട്രിക് വണ്ടി. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അവരെയും കൂടി ഒന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഓല വന്നിട്ട് പുതിയ വണ്ടി ഇറക്കാൻ പോവുകയാണ്. അപ്പോൾ റിമൂവൽ ബാറ്ററി വെച്ച് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ആൾക്കാർ വണ്ടി വാങ്ങിക്കും. അത് ഓലയ്ക്കും അറിയാം. അപ്പോൾ അവരുടെ സെയിൽസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ നല്ലൊരു കാര്യമാണ് ഓല ചെയ്യുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ നല്ല കാര്യമായിരിക്കും. റിമൂവൽ ബാറ്ററി വെച്ച് വണ്ടി വരികയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. കാരണം സേഫ്റ്റി ഇഷ്യൂസൊക്കെ ധാരാളം വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്കിപ്പം ഓരോ ആൾക്കാർ ബാറ്ററി റിമൂവ് ചെയ്ത് റീചാർജ് ചെയ്യുന്ന വ്യത്യാസമുണ്ട്. ഫിക്സഡ് ബാറ്ററിയാണ് നമുക്കത് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് കമ്പനി സെറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ടാണ് തരുന്നത്. അപ്പോൾ അതിൽ മാറ്റം വരാൻ വഴിയില്ല. നേരെ മറിച്ച് റിമൂവൽ ബാറ്ററി ആകുമ്പോൾ ധാരാളം കംപ്ലയിൻറ്റ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഓലയുടെ കേസ് നമുക്കറിയാം, കംപ്ലയിൻ്റ് ഒക്കെ എങ്ങനെ അഡ്രസ് ചെയ്യുന്നൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും നല്ലൊരു അപ്ഡേറ്റ് ആണ് ഓലയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു പേറ്റന്റ് രജിസ്റ്റർ ചെയ്യുകയാണ്. അപ്പോൾ റിമൂവൽ ബാറ്ററി വെച്ച് വണ്ടി വരികയാണ് തീർച്ചയായിട്ടും കൂടുതൽ ആൾക്കാർ ഇലക്ട്രിക് വണ്ടിയിലേക്ക് അട്രാക്ട് ആവും. കാരണം വേറെ ഒന്നല്ല, ഇപ്പോൾ ചാർജിങ് പോയിന്റ് കാരണമാണ് മിക്ക ആൾക്കാർ വണ്ടി എടുക്കാൻ മടിച്ച് നിൽക്കുന്നത്. അപ്പോൾ അതിനൊക്കെ സൊല്യൂഷനായിട്ട് ഓല വരികയാണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും. സാധാരണക്കാരന് ഇലക്ട്രിക് വണ്ടി എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ആ ഒരു അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഫൈനലി ഓലയുടെ ഭാഗത്ത് നിന്ന് റിമൂവൽ ബാറ്ററി വെച്ചൊരു വണ്ടി ഉടനെ ഇറങ്ങുന്നതാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്ന മുറയ്ക്ക് വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഇത്രയും കൺഫേം ന്യൂസ് അത് വന്നിട്ടുള്ളൂ. അപ്പോൾ ഒരു പേറ്റന്റ് മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ, പുറത്തേക്ക് ഡാറ്റ പുറത്ത് വന്നിട്ടുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്ന മുറയ്ക്ക് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ പ്രസ് വെച്ച് കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനത്തെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.